ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഈ 15-ാം അധ്യായത്തിൽ ശൗലിനുണ്ടായതായ രണ്ടാമത്തെ വീഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത് അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയതും തൻ്റെ വീഴ്ചയ്ക്ക് കാരണം യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ശമൂവേൽ പുരോഹിതൻ ഞാൻ വന്ന് യാഗമർപ്പിച്ചിട്ട് പോകാം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കുകയുള്ളൂ, അതുകൊണ്ട് ആ പ്രാർത്ഥന യാഗമർപ്പിക്കാൻ ഞാൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 7 ദിവസം അദ്ദേഹം വന്നില്ല എന്ന് പറഞ്ഞ് ശൗൽ തനിയെ കയറി യാഗമർപ്പിച്ചു. പുരോഹിതനല്ലാത്ത ശൗലിന് അതിനുള്ള അവകാശമില്ലായിരുന്നു. എന്നാൽ ജനപ്രീതി തനിക്കുള്ളത് കൊണ്ട് ജനം അംഗീകരിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ അദ്ദേഹം അത് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുവാൻ അത് ആദ്യത്തെ കാരണമായിട്ട് ഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. ഇന്ന് രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് അമാലേക്യരുമായി യുദ്ധത്തിന് പോകുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, അമാലേക്യരെ അവരുടെ ആടുകളെ മുഴുവൻ നീ കൊന്നുകളയണം. പക്ഷേ എന്തു ചെയ്തു? ആടുകളെ കണ്ടപ്പോൾ, അതിനകത്ത് കൊഴുത്തതും നല്ലതുമായ ആടുകളെ കണ്ടപ്പോൾ കൊല്ലാൻ മനസ്സില്ലാതെ അവയെല്ലാം തനിക്കായി അദ്ദേഹം വേർതിരിച്ച് മാറ്റി നിർത്തി. ശമൂവേൽ പുരോഹിതൻ അറിഞ്ഞ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് എൻ്റെ കുഴപ്പമല്ല, ജനമാണങ്ങനെ ചെയ്തത്. താൻ ചെയ്ത തെറ്റ് ജനത്തിന്മേൽ വെച്ച് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ജനം എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ യഹോവയ്ക്ക് യാഗമർപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതാണെന്നുള്ള ധാർമ്മികമായൊരു ന്യായീകരണം കൊടുത്ത് രക്ഷപ്പെടാൻ അദ്ദേഹം ഇവിടെ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജനം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കുറ്റം ജനത്തിന്മേൽ ആരോപിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മനുഷ്യനായ ആദം തൻ്റെ ഭാര്യയായ ഹവ്വയെ കുറ്റപ്പെടുത്തി, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ നിമിത്തം ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതുപോലെ ഇവിടെയും ശൗല് പ്രകാരമുള്ള ഒരു ഉപായം ഇവിടെ നടത്തുകയാണ്. പക്ഷേ ശമൂവേൽ പുരോഹിതൻ കാര്യം മനസ്സിലായി. അദ്ദേഹം ഇത് തുടരെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തെറ്റ് സമ്മതിക്കേണ്ടി വരികയാണ്. പറ്റിയ തെറ്റ് ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് തിരുത്താൻ ശ്രമിക്കുന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നതും നേതൃത്വം എന്ന് പറയുന്നതും. അതൊരിക്കലും ശൗലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. ജനത്തിന്മേൽ ആരോപിച്ച് സ്വയം നീതീകരിക്കാനുള്ള ഒരു ശ്രമം. അതിൻ്റെ 22-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ശമൂവേൽ പുരോഹിതൻ പറയുന്ന ഒരു വചനമുണ്ട്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, അത് മുട്ടാടിൻ്റെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ്. മത്സരിക്കുക എന്ന് പറയുന്നത് ആഭിചാരം അഥവാ മന്ത്രവാദത്തിന് തുല്യമാണ്. എല്ലാത്തിനേക്കാൾ അനുസരണമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കണം, അതിനോട് നമ്മൾ മറുതലിക്കാൻ പാടില്ല. അത് രാഷ്ട്രത്തിൻ്റെ ആയാലും ദൈവത്തിൻ്റെ ആയാലും ആരുടേതായാലും ഒരു നിയമം ഉണ്ടെങ്കിൽ അതനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. 24-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തത് ജനത്തെ ഭയപ്പെട്ടത് കൊണ്ടാണെന്ന്. ജനത്തെ ഭയപ്പെടുന്ന ഒരാളെ ജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഒരിക്കലും യോഗ്യനല്ല. ജനഹിതപ്രകാരമല്ല ജനത്തെ നയിക്കേണ്ടത്, ദൈവഹിതപ്രകാരമാണ്. ഒരു പുരോഹിതനും അങ്ങനെ തന്നെയാണ്. പരാപരൻ്റെ ഹിതമറിഞ്ഞ് പുരോഭാഗത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നവൻ പുരോഹിതനെന്ന് പറയാറുണ്ട്. പരാപരനായ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് മുന്നിൽ നിന്ന് നയിക്കുന്നവൻ പുരോഹിതനായതുപോലെ പുരോഹിതനായാലും രാജാവായാലും അപ്രകാരം ചെയ്യണം. കാരണം ശൗലിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പുരോഹിതനായ ശമൂവേൽ അഭിഷേകം ചെയ്താണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പാണത്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏവരും, അത് സമൂഹത്തിലായാലും സഭയിലായാലും എവിടെയായാലും
ദൈവഹിതപ്രകാരം ജനത്തെ നയിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. അവരുടെ ഹിതപ്രകാരം നയിക്കേണ്ടവരല്ല എന്ന് എപ്പോഴും ഓർക്കേണ്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ ശമൂവേലിന് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, എങ്കിലും കൂടെയുള്ള ഇസ്രായേല്യരുടെയും നേതാക്കന്മാരുടെ ഇടയിൽ എന്നെ അപമാനിക്കരുത്. എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന എല്ലാ തെളിവുകളും സഹിതം അത് നിരത്തപ്പെട്ടപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നത് കൂടെ ഓർക്കുക. അപ്പോൾ അന്നേരം അതിൻ്റെ 30-ാം വാക്യം വരുമ്പോൾ ശൗൽ പറയുന്നു, ഒരു കാര്യം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ നീ എൻ്റെ കൂടെ ശമൂവേലിനെ വിളിക്കുന്നു. ശമൂവേൽ പറഞ്ഞു, ഞാൻ വരില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം നിർബന്ധിച്ച് ശമൂവേലിനെ പിടിച്ചു വലിക്കുകയും അദ്ദേഹത്തിന് വസ്ത്രം കീറിപ്പോവുകയും ചെയ്തു. അപ്പോൾ ശമൂവേൽ പുരോഹിതൻ പറയുന്നു, നിൻ്റെ രാജ്യത്വം അത് നഷ്ടപ്പെട്ടതിന് തുല്യമാണത്, അത് കീറിപ്പോയതിന് തുല്യമാണത്. പിന്നീട് ശമൂവേൽ അവൻ്റെ നിർബന്ധപ്രകാരം അവൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവകൃപ നഷ്ടപ്പെട്ട അവൻ്റെ ആരാധനയാണത്. ഇന്നും ആത്മാവ് നഷ്ടപ്പെട്ട ആളുകൾ പലതിനും സഭയിലായാലും സമൂഹത്തിലായാലും നേതൃത്വം കൊടുക്കുന്നുണ്ടാകും. പക്ഷെ ആ നേതൃത്വം കൊണ്ട് ആർക്ക് നേതൃത്വം കൊടുക്കുന്നുവോ അവർക്ക് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഏറെ നാൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുമില്ല. ശൗല് ഇനി ദാവീദ് രാജാവായി വരുന്നിടം വരെയും അവനെ എതിർക്കുകയും തൻ്റെ രാജസ്ഥാനത്ത് തന്നെ അവന് ഇത് തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സമാധാനത്തോടെയല്ല. പലവിധമായ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അദ്ദേഹത്തിന് ദൈനംദിനം തരണം ചെയ്യേണ്ടതായ സാഹചര്യം ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇപ്പോൾ ശൗലിനെ സംഭവിച്ച് അവന് ദൈവാത്മാവ് പോയിട്ട് അവന് ദുരാത്മാവ് കയറി ബാധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ശമൂവേൽ പുരോഹിതൻ അമാലേക്യ രാജാവിനെ അവരുടെ യുദ്ധം ചെയ്ത് വിളിച്ചു വരുത്തി അവരെ അവിടെ കൊന്നുകളയുന്നുണ്ട്. കാരണം പൈശാചികമായ ശക്തികളെ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ അവസാന വാക്യം വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ശമൂവേൽ പിന്നെ ശൗലിനെ കണ്ടില്ല, ദൈവം ശൗലിനെ രാജാവാക്കിയതിൽ ഖേദിച്ചു, ദുഃഖിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവാത്മാവ് അവനിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോയി, അവനിങ്ങനെ തള്ളപ്പെടുന്നതിൽ ദൈവത്തിനും ദുഃഖമുണ്ട്. പക്ഷെ ദൈവികമായ നിയമം അതൊരിക്കലും ലംഘിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് ഓർക്കുക. നോക്കുക, എത്ര വിനീതനായി ആദ്യം രാജാവായി വിളിച്ചപ്പോൾ ഒളിച്ചിരുന്നവനാണ്. എത്ര വിനീതനായിട്ട് ഈ രാജസ്ഥാനം ഏറ്റെടുത്തവനാണ്. പക്ഷെ അവനിൽ വന്നതായ മാറ്റം, അവൻ്റെ അഹങ്കാരവും അവൻ്റെ അഹന്തയും ഞാനെന്ന ഭാവവും സ്വാർത്ഥ ചിന്തകളും ആ സ്ഥാനം നഷ്ടപ്പെടുവാൻ കാരണമായിട്ട് തീരുകയാണ്. നമ്മുടെയും ദൈവം പല ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവികമായ കൽപ്പനപ്രകാരം, ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ വേദപുസ്തക വായനകളും ഇതുപോലെയുള്ള ആളുകളുടെ അനുഭവങ്ങളും നമുക്കൊരു മാതൃകയായി തീരുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.